ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മൈക്രോമാക്സ് A177 എന്ന മോഡലിൻ്റെ മൈക്ക് കംപ്ലൈൻറ്റ്, റിങ്ങർ കംപ്ലൈൻറ്റ്, സ്പീക്കർ കംപ്ലൈൻറ്റ് എന്നിവയെക്കുറിച്ചാണ്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഹലോ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. സ്പീക്കറിൻ്റെ ഈ ലൈൻ വരുന്നത് നേരെ ഈ ഭാഗത്തേക്കാണ്. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആദ്യം മുകളിലൊരു ഡയോഡ് ഇരിപ്പുണ്ട്. അതിൻ്റെ കീഴെ ഇങ്ങോട്ട് കുത്തനെ താഴോട്ട് 1, 2, 3 സ്പെയർ ഇരിപ്പുണ്ട്. അതിൽ ഈ നടുക്കത്തെ സ്പെയറിലേക്ക് കണക്ഷൻ വരുന്നില്ല. ഈ സൈഡിലും ഇരിക്കുന്ന 2 സ്പെയറിലേക്കാണ് കണക്ഷൻ വരുന്നത്. ആകെ 3 സ്പെയറേ ഉള്ളൂ, നടുക്കത്തെ വിട്ടേര്. അതിൽ ഈ സൈഡിൽ ഇരിക്കുന്ന കണക്ഷനിലേക്കാണ് ഈ പോള് കയറുന്നത്. ഈ സൈഡിലിരിക്കുന്ന റെസിസ്റ്ററിലേക്കാണ്. ഡയോഡിൻ്റെ തൊട്ട് കീഴേ ഇരിക്കുന്ന 3 കമ്പോണൻസാണ്. 3 കമ്പോണൻസിൽ നടുക്കത്തെ ഒഴിവാക്കുക. ബാക്കി ഈ സൈഡിൽ ഇരിക്കുന്ന കമ്പോണൻസിലേക്ക് ഈ കണക്ഷൻ കയറുന്നു. ഈ കണക്ഷൻ ഈ സൈഡിലിരിക്കുന്ന കമ്പോണൻസിലേക്ക് കയറുന്നു. അതാണ് സ്പീക്കറിൻ്റെ ബേസ്. ഇനി ഇപ്പോൾ റിങ്ങറിൻ്റെ ബേസ് പറയാം. റിങ്ങറിൻ്റെ കണക്ഷൻ ഈ 2 കണക്ഷനാണ്. റിങ്ങറിൻ്റെ 2 ബോൾ അത് ബോർഡ് സ്ട്രിപ്പ് വഴിയാണ് കയറുന്നത്. ഈ സ്ട്രിപ്പ് വഴിയാണ് വരുന്നത്. ഈ സ്ട്രിപ്പ് വഴി വന്നേച്ച് ബോർഡിൽ മറുവശത്താണ് കയറുന്നത്. ഇത് കണ്ടോ, ഈ ക്രിസ്റ്റൽ കണ്ടോ? ഈ ക്രിസ്റ്റലിൻ്റെ തൊട്ട് കുറച്ച് താഴെയായിട്ട് ഒരു 3 ഫ്യൂസ് പോലത്തെ ഒരു കമ്പോണൻസാണ് ഇരിക്കുന്നത്. ബ്ലാക്ക് കളറാണ്. അതിൽ 2 കമ്പോണൻസ് ഇച്ചിരി വലുതാണ്. ആ 2 കമ്പോണൻസിലേക്കാണ് റിങ്ങറിൻ്റെ കണക്ഷൻ നേരെ ഡയറക്റ്റ് കയറുന്നത്. ഇവിടെ റിങ്ങറിൻ്റെ ഒരു ചെറിയൊരു കപ്ലർ ഇരിപ്പുണ്ട്. അതിൻ്റെ തൊട്ടടിയിലുള്ള 2 വലിപ്പമുള്ള സ്പെയറാണ്. ഒരു കപ്പാസിറ്ററിനേക്കാളും ലേശം കൂടെ വലിപ്പമുള്ള 2 സ്പെയറുകളാണ്. ആ സ്പെയറിലേക്കാണ് റിങ്ങറിൻ്റെ കണക്ഷൻ കയറുന്നത്. ഇനിയിപ്പം മൈക്കിൻ്റെ പറയാം. മൈക്കിൻ്റെ ഈ കണക്ടറിൻ്റെ 1, 2, 3 4ാമത്തെ കണക്ഷന് മുകളിൽ ഒരു കപ്പാസിറ്ററും ഏറ്റവും ഒടുവിലത്തെ കണക്ഷന് മുകളിൽ വേറൊരു കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. തൊട്ട് താഴെയാണ്, ഈ കണക്ടറിൻ്റെ തൊട്ട് താഴെ സൈഡിൽ ആണ് ഇരിക്കുന്നത്. 2 ചെറിയ കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. ആ കപ്പാസിറ്ററിലേക്കാണ് മൈക്കിൻ്റെ 2 ലെഗുകളും കയറുന്നത്. അപ്പോൾ ഈ കംപ്ലൈൻറ്റുകളൊന്നും നിങ്ങൾ നെറ്റിൽ നോക്കിയാലോ ഒന്നും കിട്ടാൻ സാധ്യത കുറവാണ്. യൂട്യൂബിലും കിട്ടാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് നിങ്ങൾക്ക് ആദ്യം ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കണും കൂടെ അമർത്തി വയ്ക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന പടിക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തത്തുള്ളൂ. അപ്പോൾ ഇതാണ് കമ്പോണൻസ്, മൈക്കിൻ്റെ കമ്പോണൻസ്. ഒന്നുകൂടെ പറയാം. കണക്ടറിൻ്റെ നേരെ മുകളിലാണ് ഏതാണ്ട് 3ാമത്തെ കണക്ഷന് ലെവലായിട്ടാണ് കപ്പാസിറ്റർ ഇരിക്കുന്നത്. പിന്നെ ഏറ്റവും ഒടുവിലത്തെ ലൈന് സമമായിട്ട് വേറൊരു കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. ആ 2 കപ്പാസിറ്ററിലേക്കാണ് കയറുന്നത്. നിങ്ങൾ അങ്ങോട്ടൊരു ജമ്പർ അടിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഏത് കണക്ഷനാണ് പോയത്, നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പോൾ റിങ്ങറാണ് വർക്ക് ചെയ്യല്ലാത്തതെങ്കിലും മൈക്കാണ് വർക്ക് ചെയ്യലാത്തെങ്കിലും നിങ്ങൾ ഏതാണ് കണക്ഷൻ പോയത് ആ കണക്ഷൻ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. മൾട്ടിബിലിറ്ററിൻ്റെ പ്രോബ് 10Kയിലേക്ക് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു പ്രോബ് നെഗറ്റീവിലേക്ക് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ
ഈ രണ്ട് കണക്ഷനിൽ ഏത് കണക്ഷനാണ് ബ്രേക്ക് ആയിട്ടുള്ളത്. നിങ്ങൾ ഏതെങ്കിലും ഒരു റീഡിങ് കാണിക്കണം, റെസിസ്റ്റൻസിൽ ഏതെങ്കിലും ഒരു റീഡിങ് കാണിക്കണം. ഒരു റീഡിങ്ങും കാണിക്കുന്നില്ലെങ്കിൽ ആ ലൈനായിരിക്കും ബ്രേക്ക് ആയത്. ആ ലൈൻ മാത്രം നിങ്ങൾ എടുത്തു കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഈ കംപ്ലൈൻ്റൊക്കെ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.